മഞ്ഞപ്പൊടി, തേങ്ങാരപ്പ്, കായ് എവിടെ പോയി? എന്നാണെങ്കിൽ അംബിക ചേച്ചി വരുന്ന ദിവസമാണ്. എൻ്റെ അടുത്ത് പ്രത്യേകം അതില്ലാണ്ട് പറ്റത്തുമില്ല എന്ന് പറഞ്ഞു. എവിടെ പോയി തപ്പും? എടുത്തു വെച്ചതാണല്ലോ ഞാൻ. ചേച്ചി, ഒരു ചെറിയ ടെൻഷൻ. ചേച്ചി എടുത്തു വെക്കാൻ പറഞ്ഞ ഒരു മെയിൻ സാധനത്തില് ഒരു സാധനം കാണുന്നില്ല. കഷ്ണമില്ലാതെ എങ്ങനെയാ കറി വെക്കുക? സത്യമായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചതാണ്. ഇപ്പൊ സമാധാനായിട്ടിരിക്കേ, അങ്ങോട്ടൊന്ന് നോക്കി. അവിടെ ഇരിക്കുക ചേച്ചി, എടുത്തിട്ട് വരാട്ടാ. അയ്യോ, ഞാൻ എന്തായാലും വെച്ച് നിക്കായിരുന്നു ഞാൻ ആലോചിക്കുന്നത്. അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കണോ? നമ്മൾ അടുക്കളയിലാവുമ്പോഴേ നല്ല ശ്രദ്ധ വേണം. ഒന്ന് കണ്ണുവെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും. അത് മാത്രല്ല ചേച്ചി, പൊതുവെ ഈ അമ്മമാര് പരിസരത്ത് എവിടെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ നമ്മള് കുറച്ച് ബാക്കിലോട്ട് വരും. ഇപ്പോഴോ മനസ്സിലായിട്ട് വർഷങ്ങളായി. എന്തിനേതിനും അമ്മ വിളിച്ചോണ്ടിരുന്ന ഞാനിപ്പം അമ്മമാര് എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം ഉണ്ടാക്കി തന്നാൽ തന്നെ അതിന് ഭയങ്കര സ്വാദ്. തീർച്ചയായിട്ടും. അതും അമ്മമാര് നമ്മൾ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങോട്ട് ഇരുന്നാ മതി, ബാക്കിയൊന്നും ആലോചിക്കണ്ട. ഞാൻ അമ്മ എന്നാണ് വിളിച്ചു തുടങ്ങിയിട്ടില്ല എന്റെ സിനിമയിലൂടെ. 40 ദിവസം അടുപ്പിച്ച് അമ്മ 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 എന്ന് വിളിച്ച്, പിന്നെ ആന്റി, പിന്നെ ചേച്ചി, പിന്നെ നാട്ടുകാർ ഞാനിനി ആന്റി എന്ന് വിളിച്ചാൽ ഓ ഇവളാരുമില്ല എന്ന് പറയുമെന്ന് വിചാരിച്ചിട്ട് ആ പേടിയിൽ വീണ്ടും ആന്റിയിൽ നിന്ന് ചേച്ചിയാക്കി. അപ്പൊ ഇപ്രാവശ്യം എന്താണ് നമ്മുടെ സ്പെഷ്യാലിറ്റി? ഓണം ആകുമ്പോഴും വിഷു ആകുമ്പോഴൊക്കെ നമുക്ക് എന്താ വേണ്ടേ? കാളൻ നമുക്ക് നിർബന്ധമാണ് നമ്മുടെ വീട്ടിൽ. കാളൻ, പപ്പടം, അങ്ങനെ പല സാധനങ്ങളും നിർബന്ധമുള്ള ചില സാധനങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രീമി കാളൻ. അതായത് നമുക്ക് ഇലയിലൊക്കെ വിളമ്പാം, ഒഴുകി പോകത്തില്ല, അങ്ങോട്ട് വീഴത്തില്ല, പിന്നെ 2-3 ദിവസം ഇരുന്നാലും കേട് വരത്തില്ല. അങ്ങനത്തെ ഒരു കാളനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അത് നമുക്കൊന്ന് കാണാം. ഞാൻ അവിടെ ഇരുന്ന് കാണട്ടെ. ക്ലാസ് പോലെ ശ്രദ്ധിച്ച് കേട്ടോളാം, പഠിച്ചോ. അപ്പൊ ക്രീമി കാളൻ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലും മോളെ തുടങ്ങാം അല്ലേ? എന്തൊക്കെ വേണം ഇതിന്? ചേനയും കായാണ്, കഷ്ണങ്ങൾക്ക് ഇത്തിരി വലിപ്പത്തിൽ വേണം കേട്ടോ. പിന്നെ ഇതിപ്പോ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം, ജീരകം, മഞ്ഞപ്പൊടി, 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിൽ എരിവ് അധികം വേറെ ചേർക്കുന്നില്ല, അതുകൊണ്ട് 2 പച്ചമുളകും കൂടി ഇട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. ഇത് തൈര് നമ്മൾ നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടി, കറിവേപ്പിലയുണ്ട്, കൊല്ലമുളക്, വറ്റൽമുളക്, കടുക്, വേണമെന്നുണ്ടെങ്കിൽ ഉലുവയില്ല. അപ്പൊ ഇത്ര സാധനങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് വേണം. അത് നമ്മള് ക്ലൈമാക്സോന്റെ പാത്രമാണ്. അതാകുമ്പോ കുക്ക് വിത്ത് കെയർ, കുക്ക് വിത്ത് ക്ലൈമാക്സോ, അടി പിടിക്കത്തില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഞാനിത് കണ്ടപ്പോ ഓർക്കായിരുന്നു, പണ്ട് ഈ കാളനൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയിലായിരുന്നു, അങ്ങനെ അടുക്കി പിടിക്കാതെ. ഇപ്പൊ ഇത് കണ്ടപ്പോ ഞാൻ മനസ്സിലാക്കി. കാരണം ഇപ്പൊ നമുക്ക് സാധാരണക്കാർക്കും ഒക്കെ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ, അതായത് ഇപ്പൊ അടുപ്പൊന്നും കത്തിക്കണ്ടല്ലോ, ഇങ്ങനെ എല്ലാ സാധാ വീടുകളിൽ പോലും ഇപ്പൊ ഗ്യാസും ഇതൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പം ഇത് വളരെ ഉപകാരമുള്ള ഒരു സാധനം. നല്ല കട്ടിയുണ്ട്, അതുകൊണ്ട് ഒരിക്കലും അടിക്കും പിടിക്കത്തില്ല. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോവാം. ഇനിയിപ്പൊ ഇതിലേക്ക് വേണ്ടത് ചേനയും കായും കൂടി ഇതിലേക്ക് ഇടുകയാണ്. നമ്മള് എണ്ണയൊന്നും ഇടണ്ട, എണ്ണയൊന്നും വേണ്ട. മഞ്ഞപ്പൊടി 1 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു, 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു, ഉപ്പ്, ഞാൻ കുറച്ച് ഉപ്പ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നല്ലേ ഉള്ളൂ. ഉപ്പും കൂടി ഇട്ട് വെള്ളം നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചോളൂ. ഒന്നും വേവട്ടെ. ഒരിക്കലും ഇത് ഉടഞ്ഞു പോകാൻ പാടില്ല, നല്ല ഇതായിട്ടിരിക്കണം. നമ്മൾ ഈ കട്ടയായിട്ടാണല്ലോ ഇത് വെക്കുന്നത്. അപ്പൊ ഇതിൽ പിടിച്ചിരിക്കണം, എല്ലാവരും കൂടെ പിടിച്ച് തൈരും ഒക്കെ കൂടെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിട്ടിരിക്കണം. അപ്പൊ ഇത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ആകെ വ്യത്യാസമായി. അമ്മയുടെ പുതിയ വിശേഷങ്ങളൊക്കെ എന്താ? പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഞാൻ മൂകാംബികയുടെ ഷൂട്ട് നടക്കുന്നുണ്ട്. ഇപ്പം 12 കഴിയുമ്പോ അത് കഴിയും. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ വേറെ ഒരു സീരിയലൊക്കെ ഉണ്ട്. അപ്പൊ അമ്മയും മൂകാംബിക സെറ്റിലാണോ ഇപ്രാവശ്യത്തെ ഓണം? എന്റെ മോളെ ഞങ്ങള് ഭയങ്കര ആഘോഷമായിരുന്നു. പിന്നെ മൂകാംബികയുടെ സെറ്റില് അവിടെ എന്താന്ന് വെച്ചാൽ എല്ലാരും ഒന്നിച്ചു കൂടി, എല്ലാരും ഒരേപോലെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് എല്ലാം റെഡിയായി, നല്ലൊരു ഓണസദ്യ വരെ റെഡിയാക്കി ഭയങ്കര ആഘോഷത്തിലാണ്. ഓണത്തിന് മുമ്പേ തന്നെ ആദ്യത്തെ സദ്യ അവിടെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെ സദ്യ. ഞാൻ അമ്മേനെ ഫസ്റ്റ് ടൈം കാണുന്ന ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ
15 വർഷം കഴിഞ്ഞു. ടച്ച് വുഡ് ആ ദിവസം കണ്ട അമ്മയുടെ എന്താ പറയാ അതിനെക്കാട്ടും കുറച്ചും കൂടി നന്നായിട്ട് ഇരിക്കുന്നു. എന്താണ് നമ്മളെ മനസ്സാണോ, കഴിക്കുന്ന ഭക്ഷണമാണോ, എന്താണ് ഇതിന്റെ രഹസ്യം? എല്ലാം ഉണ്ട്. കഴിക്കുന്ന ഭക്ഷണം ഇല്ല, ഭക്ഷണം നമുക്ക് അങ്ങനെയല്ല. ഇപ്പൊ സെറ്റിലാക്കി കാണുമ്പോ നമുക്കറിയാലോ കിട്ടുന്നത് കഴിക്കാൻ. മനസ്സ് കുറച്ചുണ്ട്. നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുക, ആ ഒരു മനസ്സ് ഞാൻ എടുക്കാറുണ്ട്. അതാണ് സീക്രട്ട്. കാരണം അതൊരു വലിയതാണ്. പൊതുവെ ഷൂട്ട് സമയങ്ങളിൽ അല്ലെങ്കിൽ വീട്ടിൽ എങ്ങനെയാണ് സമയം ചെലവഴിക്കാറുള്ളത്? ഇഷ്ടമാതിരി കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഞാൻ പിന്നെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്കുകൾ ചെയ്യാറുണ്ട് ഡ്രസ്സിലൊക്കെ. അപ്പൊ അങ്ങനെ അതിന്റെ സ്വന്തം ഡ്രസ്സ്, പിന്നെ എന്റെ സ്വന്തം ഡ്രസ്സ് ഞാൻ തന്നെ തയ്ക്കും, ബ്ലൗസും ഒക്കെ. അപ്പൊ അതൊക്കെ ഇങ്ങനെ നേരത്തെ തയ്ച്ചു വെക്കുക, അങ്ങനത്തെ പണികളിലേക്കൊക്കെ പോകും. സാരിയൊക്കെ ചെറിയ ഡിസൈൻ ചെയ്യും. ഇപ്പൊ നമ്മള് ഈ വെണ്ടയ്ക്കൊക്കെ ഇല്ലേ, വെണ്ടയ്ക്ക അങ്ങനത്തെ വെണ്ടയ്ക്ക ഒരു 3 ഒരേ വലിപ്പത്തിൽ എടുത്തിട്ട് പട്ടത്തിൽ കണ്ടിച്ചിട്ട് ഫാബ്രിക് മുക്കിയിട്ട് പ്രിന്റ് ചെയ്ത് നോക്ക്, നല്ല ഡിസൈൻ ആയിരിക്കും. അതുപോലെ കത്തിരിക്കയില്ലേ, അത് സെന്റർ ഒന്ന് മുറിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഡിസൈൻ വരും, കുരു. അതൊന്ന് മുക്കിയിട്ടൊന്ന് വെച്ച് നോക്ക്, ക്രീം സാരിയിലൊക്കെ നല്ല ഡിസൈൻ ആയിട്ട് വരും. അങ്ങനെ അത് ഞാൻ ചെയ്ത്. ഈ കുരുമുളക് ഇട്ടുകൊണ്ടാണ് നല്ല മണം വരുന്നത്. നമ്മൾ ഈ കുരുമുളകിന് അങ്ങനെ ഉണ്ട്. കുരുമുളകിന് നല്ല ഔഷധ ഗുണമുണ്ട്. അതുപോലെ ഈ സദ്യക്കൊക്കെ ചെല്ലുമ്പോൾ എല്ലാ സാധനങ്ങൾക്കും നല്ല മണം വരുന്നത്. ഇതിപ്പോ ആയിക്കൊണ്ടിരിക്കുന്നത്, ആയി വരുന്നുണ്ട്. അടുത്തത് നമ്മൾ ഇത് അരച്ചു വെച്ചിരിക്കുന്ന നാളികേരവും ജീരകവും പച്ചമുളകും ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കും. ഇപ്പൊ നമ്മള് തൈരാണ് ഒഴിക്കാൻ പോണേ. തൈര് ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അധികം ഇട്ട് തിളപ്പിക്കരുത്, പിരിഞ്ഞു പോകും. അപ്പൊ നമ്മൾ തൈര് ഒഴിക്കാനേ. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഈ ഇളക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില. കഴിഞ്ഞു, അതല്ലേ പറഞ്ഞത്, അതല്ലേ പറഞ്ഞേ. എളുപ്പത്തിന് മോൾക്കൊക്കെ ഉണ്ടാക്കാം. ഇതിപ്പോ എന്നാന്ന് വെച്ചാൽ ഇരുന്നൊന്ന് വറ്റും, ഇങ്ങോട്ടൊന്ന് കുറുകി വരും. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നോക്കുക, ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട്. കാരണം നമുക്കൊക്കെ ഉപ്പ് നമ്മളുടെ ഒക്കെ ഒരു ഇതിലുണ്ട്, ഇത്ര ഉപ്പ് വേണമെന്ന്. അപ്പൊ നമ്മൾ ആ ഒരു കണക്കിന് ഉപ്പിടും. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. നമ്മൾ ഇതിപ്പോ നമ്മളുടെ ഇത് ഇനി ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ ഇതായി, നല്ല കുറുകി വന്നു, കണ്ടോ, നല്ല കട്ടായി വന്നു. ഇനിയിപ്പോ നമ്മള് വറവിടാൻ സമയമാകുമ്പോഴേക്കും നല്ല കട്ടയായിട്ടുണ്ടാവും. അപ്പൊ നമുക്കൊന്ന് ഓഫാക്കാം. ആയി, കണ്ടോ, ലുക്ക് അടിപൊളി. അപ്പൊ നമുക്ക് ഇനി വറുത്തിടാം. നമ്മൾ ഇപ്പൊ കറികളും ചോറും ഒക്കെ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോ നന്നായിട്ട് ആരോഗ്യം നോക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മിസ്റ്റർ ഗോൾഡിന്റെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ സാധാരണ ഇവിടെ കടുകിട്ടു, പിന്നെ കൊല്ലമുളക്, കറിവേപ്പില. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉലുവ ഇടാം കേട്ടോ. ഇതിടുമ്പോ എന്നാന്നറിയോ, ഒരു ഭംഗിയും കൂടെയാണ് കറി കാണാൻ. എപ്പോഴും നമ്മൾ കടു വറുത്തിട്ട കറികൾ എന്ന് പറയുമ്പോൾ അത് കാണുമ്പോ തന്നെ ഒരു ലുക്ക്, എപ്പോഴും ഒരു അഴക് വേണമല്ലോ എല്ലാത്തിനും. അങ്ങനെ പറയില്ലേ, മണം. കണ്ടോ, ഇനി നന്നായിട്ടൊന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. കുറച്ചു നേരം എപ്പോഴും അടച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ അതിന്റെ മണവും നമ്മൾ അപ്പൊ തന്നെ എന്ത് സാധനമാണേലും ചൂടോടെ, ചിലതൊക്കെ കഴിക്കാം, ചിലതൊന്നും ചൂടോടെ കഴിക്കുന്നതിനെക്കാട്ടും നല്ല. ഇതൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വെക്കുക. അപ്പൊ സദ്യക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെക്കും, എന്നിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഇത് നന്നായിട്ട് കുറുകിയിരിക്കും. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ടേസ്റ്റ് നോക്ക്. ഇഷ്ടപ്പെട്ടോ? അടിപൊളി, നല്ല അസല് കാളൻ. എനിക്ക് തോന്നുന്നു ഇത്രയും ടേസ്റ്റി ആയിട്ട് ഞാൻ ഒരു കാലം കഴിച്ചിട്ടില്ല. ശരിക്കും നമ്മളെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയൂലേ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സംതൃപ്തി. അതെ, ഇനി ഒരു സംതൃപ്തിയും കൂടെ ഞാൻ കിട്ടാൻ ഒരു അവസരം തരാം. എന്താ ഉണ്ടാക്കുന്നത്? ഒരുപാട് പ്രഥമൻ കഴിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ പച്ചക്കറി പ്രഥമൻ കഴിച്ചിട്ടുണ്ടോ? പച്ചക്കറി വെച്ചിട്ടോ? അത് ശരി, ഓക്കെ. പച്ചക്കറി പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. പച്ചക്കറി പ്രഥമൻ. നിങ്ങൾ ഞെട്ടില്ലേ? ഞാനും ഞെട്ടി. ധൃതിയായില്ലേ പച്ചക്കറി പായസം.
എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് ഇതില്? ഇതിലിപ്പോ നമ്മൾ എടുത്തിരിക്കുന്ന ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് മത്തങ്ങയാണ്. ഞാനിപ്പോ ഇത് രണ്ടും കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെ ഈ പ്രഥമനൊക്കെ തേങ്ങാപ്പാലുണ്ടാവും നിർബന്ധം, അതുപോലെ ശർക്കര പാനി വെച്ച് അത് നമ്മൾ അരിച്ചെടുക്കും, അപ്പൊ കല്ലൊന്നും ഉണ്ടാവില്ല. നമ്മൾ വറുത്തര, പിന്നെ ഒരു നാളികേരം നമ്മൾ കുത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രഥമൻ കഴിക്കുമ്പോ ഒരു ചെറിയ കടി ഒരു സുഖം ഉണ്ടാവും. പിന്നെ ഉള്ളത് സാധനം ഏലക്കപ്പൊടി. അത് ഞാൻ ഏലക്കപ്പൊടിയെല്ലാം മോണ്ട മനസ്സിൽ കിടക്കുന്നേ, അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് ചവരി. അപ്പൊ ഹോക്കിങ്സിന്റെ ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ആ പായസം ഉണ്ടാക്കിയാൽ. അതെ, സാധാരണ നമ്മൾ വലിയ ഉരുളിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഇപ്പം ഹോക്കിൻസ് വന്നതുകൊണ്ട് സംസാരിക്കാം, അടി പിടിക്കത്തില്ല, ഒന്നും ആവില്ല. നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം, അതായത് നല്ലൊരു പേസ്റ്റ് പോലെ ഉടച്ചെടുക്കണം. അപ്പൊ നമ്മൾ വെറുതെ വെക്കല്ലേ, ഇതൊന്നും ചെയ്താൽ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. വെറും 2 മിനിറ്റ് കൊണ്ട് മിടുക്കി. ഓക്കെ, ഇനി നമ്മള് അടുത്ത പരിപാടി എന്താ? നമ്മുടെ കേരളം കണി കൊണ്ടുവരുന്ന നന്മ. അപ്പം മിന്മയുടെ നെയ്യ് എടുത്തു. ഓക്കെ, ഞാൻ അവിടെ പോയി ഇരിക്കാം. നെയ്യ് നല്ല എത്രയാണെന്ന് വെച്ചാൽ ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ 3 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് നാളികേര കൊത്തുണ്ട്. നമുക്ക് എപ്പോഴും ഈ പ്രഥമൻ എന്നൊക്കെ പറഞ്ഞാല് നാളികേര കൊത്തൊക്കെ ഒന്ന് കടിക്കുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, അതുപോലെ ഇത് ഒന്ന് കടിച്ചു വരുമ്പോൾ ഒരു സുഖം. ഇതൊരു ബ്രൗൺ കളർ പോലെ ഒന്ന് ഒരു കളർ വ്യത്യാസം വരണം. നമുക്ക് കോരി വെക്കാം. അതിലേക്ക് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഒന്ന് ഇതാക്കി വെക്കാം. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ അതായത് നമ്മളെപ്പോഴും പറയും അതായത് ഒന്നാം പാൽ, അത് നമ്മളെപ്പോഴും കട്ടയായിരിക്കും, അതിൽ വെള്ളം കൂട്ടാണ്ടാണ് പിഴിഞ്ഞെടുക്കുക. അത് നമ്മൾ ആദ്യം പിഴിഞ്ഞങ്ങ് വെക്കുക. പിന്നെ രണ്ടാമത്തെ പാലാണ് നമ്മൾ ഇതിലൊക്കെ ആയിട്ട് എടുക്കുക. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, മുന്തിരിങ്ങയും കൂടെ ഒന്ന് ഇതാക്കി വെക്കാം. ഒന്ന് ഇതായി കഴിഞ്ഞിട്ട് നമുക്ക് മുന്തിരിങ്ങ ഇട്ടാൽ മതി. കാരണം എന്താ വെച്ചാൽ മുന്തിരിങ്ങ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വീർത്തു വരും. അമ്മ വീട്ടിലെ അപ്ലയൻസസും കാര്യങ്ങളൊക്കെ എവിടെന്നാ പൊതുവെ ഷോപ്പ് ചെയ്യാറ്? ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ആവശ്യം വരും, അങ്ങനെ ഇഷ്ടപ്പെടുന്നതാണ്. എന്നാ നല്ലൊരു സ്ഥലം പറഞ്ഞിട്ടെ, അതെവിടെയാണ്? പിട്ടാപ്പള്ളി ഏജൻസീസിലുണ്ടല്ലോ. ഓ, നമ്മുടെ എടപ്പള്ളി. അതെ, വമ്പൻ ഓണം കൊമ്പൻ ഓഫറാണ് അവിടെ. എന്തെടുത്താലും ഭയങ്കര അടിപൊളി റേറ്റ്സിലാണ് അവിടെ. അപ്ലയൻസസ് ആയിക്കോട്ടെ, ഗാഡ്ജറ്റ്സ് ആയിക്കോട്ടെ, എന്തും ഹോം അപ്ലയൻസസ് എല്ലാം. അപ്പൊ അവിടെ ഒന്ന് പോയി നോക്കട്ടെ. ഞാനിപ്പോ 2-3 സാധനങ്ങൾ വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയാണല്ലേ. ഇപ്പൊ ഓണം കൂടെ ആയതുകൊണ്ടാവും അല്ലേ? അതെ അതെ അതെ, റെഡിയായി. ഇനിയിപ്പോ ഈ നെയ്യിലേക്ക് നമ്മള് നേരത്തെ ഉടച്ചുമോള് കൊണ്ടുവന്നില്ലേ, അത് പേസ്റ്റ് പോലെ ആക്കി കൊണ്ടുവന്നില്ലേ, പച്ചക്കറി, ആ പച്ചക്കറി ഇടുക. ഇപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട് നെയ്യുണ്ട്. നെയ്യ് എപ്പോഴും അത് പിന്നെ മിൽമയുടെയും കൂടെ അല്ലേ, അപ്പൊ നല്ല നമുക്ക് നെയ്ക്ക് നല്ലൊരിതാണ്. അപ്പൊ ഇത് ഇനി ഇങ്ങനെ നന്നായിട്ട് ഇത് നമ്മളെ പണ്ട് ചക്കയൊക്കെ വരട്ടി വെക്കും. ഈ സീസൺ ആകുമ്പോഴേക്കും അത് നമ്മൾ ചക്ക ഉള്ള കാലത്ത് ചക്കയൊക്കെ എടുത്തിട്ട് ചക്ക വരട്ടി വെക്കും. അതുപോലെ പഴമില്ലേ, പഴം വരട്ടി വെക്കും. അതേപോലെ ഇതിങ്ങനെ നന്നായിട്ട് ആ വരട്ടിയ പോലെ ഇതിൽ കിടന്ന് നെയ്യ് കിടന്നങ്ങ് ഇതായി വരുമ്പം തന്നെ ഇതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. വിട്ടുവരണം. അതേ കണ്ട നന്നായിട്ട് ഒന്ന് വിട്ട് വരും, അത് ചട്ടിയിൽ നിന്നൊന്ന് വേറിട്ട് വരും. ആ സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ശർക്കര നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ, മധുരം വേണ്ടേ. ഇത് ഒഴിക്കുമ്പോൾ കളറും മാറും ടേസ്റ്റും കൂടും. മധുരം നമ്മളെപ്പോഴും ശർക്കര പ്രഥമൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരു നുള്ളു ഉപ്പ്, അതായത് ശർക്കര യൂസ് ചെയ്യുമ്പോൾ ഒരു നുള്ളു ഉപ്പിടുന്നത് ഒരു ബാലൻസ് നല്ലത്. അപ്പൊ ഞാനിപ്പോ ഒരു ചെറിയ നുള്ളുപ്പ് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ പണ്ടത്തെ ആൾക്കാരുടെ ഒരു രീതിയാണ്. ഇനിയിപ്പോ ഇത് ആയിക്കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചവ്വരി
ഞാനിപ്പോ ഇത് ചൗവരിയുടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു ഭംഗിക്ക് അവിടെ ഇരിക്കട്ടെ. ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എന്തിനാന്നുള്ളത്. ഇനിയിപ്പോ നമ്മൾ ഇടാൻ പോകുന്നത് എന്താണ്? തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം നമ്മൾ ഇട്ടിട്ട് ചൂടാക്കാൻ നിൽക്കരുത്. കാരണം ഇത് ഒരു ഇതായി വരും. അപ്പൊ ഫൈനൽ സ്റ്റെപ്പ്. ഇത് ഒന്നാമത്തെ പാലാണ്. നമ്മള് പച്ചക്കറി പായസം. ഇപ്പൊ ഇതൊന്ന് ഇതായി വരണം. ഒന്നൊന്ന് തിളച്ചോട്ടെ. ഇനിയിപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന ചൗവരിയും കൂടെ നമ്മളൊരു ഭംഗിക്ക് കണ്ടോ ഒരു മണിമണിയായിട്ടൊന്ന് കിടന്നോട്ടെ. ഹെൽത്തിയാണ്, നല്ല നല്ല സാധനമല്ലേ. നമുക്ക് ചൗവരി എന്നൊക്കെ പറഞ്ഞാൽ നല്ലതാണ്. അപ്പൊ ഇതിനൊരു ഭംഗിയും കിട്ടും അല്ലേ. അങ്ങനെ നമ്മുടെ പച്ചക്കറി പ്രഥമൻ റെഡിയായി. മനസ്സിലായോ? കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു നമ്മുടെ ഈ പരിപ്പ് പ്രഥമന്റെ ഒരു ലുക്കാണ് മൊത്തത്തിലുള്ളത്. ഇനി കഴിച്ചിട്ട് എന്താണ് വ്യത്യാസം കൂടെ എനിക്കൊന്ന് അറിയാം. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ എല്ലാത്തിലും എന്താ ചെയ്യാ? ഏലക്ക അതല്ല നമ്മൾ ചേർക്കാം. പക്ഷെ ഞാൻ ഇതില് ലാസ്റ്റ് ചേർക്കുന്ന ചുക്കും ജീരകവും കൂടെ പൊടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് ഒരു നുള്ളി ഞാൻ ഇങ്ങനെ ഇടാൻ പോവാ. ഇതിന്റെ ഒരു സ്മെല്ല് ഭയങ്കരമാണ്. മനസ്സിലായോ? എപ്പോഴും നല്ല ദഹനത്തിന് നല്ലതാണ്, എല്ലാത്തിനും നല്ല. അപ്പൊ അത് നമ്മൾ ഇതിലേക്ക് ഇടും. ഇനിയിപ്പോ പായസം എത്ര കുടിച്ചാലും ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കുടിച്ചു. ഇനിയിപ്പോ നമ്മൾ ഇതിലേക്ക് ഇതേ എല്ലാം ഇടാം. തേങ്ങാക്കുത്തും ഇതെല്ലാം ഒന്ന് ഇടാൻ പോവാണേ. നല്ല കട്ടപ്പായസം എന്ന് വെച്ചാൽ ഒരു ഭയങ്കര തിക്നെസ്സും ഭയങ്കര റിച്ച് കളറ്, ഡാർക്ക് ബ്രൗണ്. ഇനിയിപ്പോ അതിലേക്ക് ഇത് സാധനം കൂടി നമ്മുടെ സൺഫ്ലവർ സീഡ്സ്. ഇത് എന്തായാലും വെജിറ്റബിൾ പച്ചക്കറി പായസമല്ലേ. അപ്പൊ ഇത്തിരി പച്ചക്കറിയുടെ കൂടെ ഇത്തിരി ഒരു ഇതും കൂടെ ഒന്ന് കിടന്നിട്ട് ഒരു അലങ്കാരം ആയിക്കോട്ടെ. അടിപൊളി അടിപൊളി. ഓക്കെ ഡൺ. അങ്ങനെ അംബികാമ്മയുടെ സ്പെഷ്യൽ പച്ചക്കറി പ്രഥമൻ ഇസ് റെഡി. ഇനിയിപ്പോ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, എല്ലായിടത്തും പിടിക്കേണ്ടത്. നല്ല റിച്ച് ലുക്കിംഗ് പായസം. സൂപ്പർ. പരിപ്പ് പ്രഥമൻ തോറ്റുപോകും. വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി അടിപൊളി ഇത്തവണത്തെ ഓണത്തിന് പരീക്ഷിക്കാൻ പറ്റിയ പായസം അംബിക മോഹൻ സ്പെഷ്യൽ പച്ചക്കറി പ്രഥമൻ. മാവേലി വരുന്ന പോലെയാണ് എനിക്ക് അംബികാമ്മ വരുമ്പോൾ കിട്ടുന്ന സന്തോഷവും എക്സൈറ്റ്മെന്റും. കാരണം നല്ല ഭക്ഷണം കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത്തവണയും ആ പ്രതീക്ഷ ഇനി അടുത്ത വർഷത്തേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനും വലുത് എന്താണ് ഇനി വരാനുള്ളതെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും അമ്മ എല്ലാ ദിവസവും നമ്മുടെ പ്രേക്ഷകരുടെ സാന്നിധ്യമാണ് നമ്മുടെ TV സ്ക്രീനിലും സിനിമയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന. ഇപ്പോൾ 27 വർഷമായി. അപ്പോൾ ഇനിയും ഇതേ ചുറുചുറുക്കോടെ ഉഷാറോടെ ഞങ്ങളെല്ലാവരും സന്തോഷിപ്പിച്ച് ഒരുപാട് വർഷങ്ങൾ നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാനുള്ള ഭാഗ്യം ദൈവം ഉണ്ടാക്കി തരട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പോൾ പോകുന്നതിന് മുമ്പേ അമ്മയ്ക്ക് കൈ നിറയെ സമ്മാനങ്ങൾ തന്നിട്ടാണ് ഞാൻ വിടുന്നത്. ഈ ഓണവും മധുരിക്കട്ടെ. ഈസ്റ്റേണിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഹാമ്പ് അമ്മയ്ക്ക്. പിന്നെ മിസ്റ്റർ ഗോൾഡിന്റെ റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ നൽകുന്ന ഗിഫ്റ്റ്. പിന്നെ ഹോക്കിൻസിന്റെ കുക്ക് ആൻഡ് സെർവ് ഹണ്ടി വിത്ത് ഗ്ലാസ് ലൈറ്റ് നല്ല കിടലൻ പാത്രമുണ്ട്. വിചാരിച്ചിരുന്നല്ലേ? നിങ്ങളും ഹോക്കിൻസും ജീവിതത്തിലെ ശരിയായ താളമേളം. അടുത്തത് ലോകത്തില് ആദ്യമായിട്ട് പച്ചവെള്ളത്തിൽ തയ്യാറാക്കാനാവുന്ന ഇടിയപ്പപ്പൊടി. എളുപ്പത്തിനും എളുപ്പമുള്ള വഴി. അതെ അതെ, മേജറിന്റെ വക ഒരു ഗിഫ്റ്റ്. പിന്നെ LGO ബാത്ത് വെയർ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. പിന്നെ ഡോക്ടർമാർ പ്രത്യേകം തയ്യാറാക്കുന്ന ആയുർവേദിക് പ്രോഡക്ട്സ് ആയ അല്യോർ എലിക്സർ ആയുർവേദ നൽകുന്ന ഗിഫ്റ്റ്. ഹോം കെയർ, ഫേഷ്യൽ കെയർ, പ്രൊഫഷണൽ സർവീസസ് എല്ലാം നൽകുന്ന നിവാമെഡിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഞാൻ മോൾക്കൊരു ഗിഫ്റ്റ് തരാം. സ്കിന്നിന് വേണ്ടി പ്രത്യേകം ഫോർമുലേറ്റ് ചെയ്ത EIQന്റെ ഒരു പ്രത്യേക ഗിഫ്റ്റ്. ഓരോ അച്ചാറിലും ടേസ്റ്റിലും ക്വാളിറ്റിയിലും ഒന്നും ഒരു കോംപ്രമൈസ് ഇല്ലാത്ത സോറയുടെ എനിക്ക് ഇത്രയും തന്ന സ്ഥിതിക്ക് ഞാൻ
അപ്പം എന്തായാലും ഒരുപാട് നന്ദി വീണ്ടും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ ഗസ്റ്റും പുതിയ ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ഓണം ഫ്രം അംബിക ചേച്ചി ആൻഡ് ഹാപ്പി ഓണം. Bye from Eastern Presents Pittapalli Agencies Rujichonam, powered by Mr. Gold Refined Sunflower Oil, co-powered by Milma and special partner Hawkins Cookware. Bye-bye.